സൗരസന്മാരെ വീണ്ടും ദിവസം ഒന്നിച്ചായിരിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്തിട്ട് നമ്മൾ ഇന്ന് റോമാലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 1-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. 1-ാമത്തെ അധ്യായത്തില് ജാതികളായിട്ടുള്ള പാപികളോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പം മതഭക്തരായ പാപികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഈ ദൈവത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ ശ്രമിക്കാം. കാരണം നമ്മളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു. നമ്മളിന്ന് സഭകളിലേക്ക് നോക്കുമ്പം നമ്മുടെ സഭകളിൽ ആയിരിക്കുന്ന പലരോടുള്ള ബന്ധത്തിലും ഇതൊരു സത്യമാണ്. ഈ സത്യങ്ങളൊക്കെ നമ്മൾ കേട്ട് നമുക്ക് മറ്റുള്ളവരെക്കാൾ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്, നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്നുള്ളൊരു ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം, ഈ പഠിപ്പീരുകൾ മനസ്സിലാക്കുന്നതിൻ്റെ അനന്തരഫലമായിട്ട് അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വരാം, ഒരു മതഭക്തിയുടെ ചിന്ത. യഥാർത്ഥത്തിൽ നമ്മളിലൊരു മാറ്റം വരുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അനുസരിക്കുക വഴിയാണ്. അനുസരിക്കുന്ന വഴി നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന പരീശന്മാരോടൊക്കെയുള്ള ബന്ധത്തിൽ അവർക്ക് തിരുവെഴുത്തുകളെ നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ കർത്താവിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൈവവചനം നന്നായിട്ട് ഗ്രഹിക്കാൻ കഴിയും, പഠിക്കാൻ, മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമ്മളെ തന്നെ കാണാൻ നമുക്ക് കഴിയാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവയും നിനക്ക് പ്രതിവാദം പറവാനില്ല. അതിന്റെ കാരണം അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് വിധിക്കാനായിട്ട് കഴിയും. പക്ഷെ നമ്മളെ തന്നെ വിധിക്കാനായിട്ട് ഒരു തിരിച്ചറിവ്, ആത്മീയ വിവേകം നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകും. യഥാർത്ഥത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ വിധിക്കരുത്, നമ്മെ തന്നെ വിധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ പരീക്ഷയുടെ സാഹചര്യങ്ങളിലും ഈ നിലയിലുള്ള ഒരു ഉയർച്ച നമ്മളിൽ കാണാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഒരു കാര്യം 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 27-ാമത്തെ വാക്യത്തിൽ 1 കൊരിന്ത്യർ 9:27 മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. നമ്മളും അഭിമുഖീകരിക്കുന്നൊരു കാര്യമായത്. നമ്മൾ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം നമ്മൾ തന്നെ കൊള്ളരുതാത്തവരായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യേണ്ടത്. ഈ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ ശരീരത്തിന് ഇഷ്ടം ചെയ്യുകയല്ല, എൻ്റെ ഇഷ്ടം ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുക അത്രേ. നമ്മളും ഈ പറഞ്ഞ പരീശന്മാരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. നമ്മൾ ചെയ്തിട്ട് പറയുന്നു, മറ്റുള്ളവരെ ചെയ്യാതെ പറയുന്നു. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുന്നിടത്ത് നമുക്ക് നമ്മളെ തന്നെ വിധിക്കാം. നമ്മൾ അങ്ങനെയാണോ? അതോ നമ്മൾ വെറുതെ പറയുന്നവരായിട്ടിരിക്കുന്നേ ഉള്ളോ, അല്ല മറ്റുള്ളവരെ വിധിക്കുന്നവരായിട്ടിരിക്കുന്നേ ഉള്ളോ? നാം നമ്മെ തന്നെ വിധിക്കാതിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്ത മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ തെറ്റി വീഴുമെന്ന് നനയ്ക്കുന്നുവോ? നമുക്കെല്ലാം ഉള്ളൊരു പ്രത്യേകതയാണ്, മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ളവരാണ്. അങ്ങനത്തെ ഒരു ടെൻഡൻസി ആദാമ്യ വർഗത്തിന്റെ എല്ലാ ഉള്ളിലുണ്ട്.
പ്രത്യേകിച്ച് കുടുംബജീവിതത്തില് ഭാര്യ-ഭർതൃ ബന്ധത്തിൽ നമുക്ക് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കാനുള്ള ഒരു പരീക്ഷ വരും. നമ്മൾ പരീക്ഷന്മാരെ പോലെ പലപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും, അവരുടെ ഒരു വീഴ്ച കണ്ടിട്ട് അവരെ പിടിക്കാൻ. കർത്താവിന്റെ പിന്നാലെ പരീക്ഷന്മാര് നടന്നുകൊണ്ടിരുന്ന ഒരു വാക്കിൽ, അവരെ വാക്കിൽ കൊടുക്കേണ്ടതിന് എന്ന് പറഞ്ഞതുപോലെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെ വിധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ മനോഭാവം നമ്മൾ ഉണ്ടാവത്തില്ല. അവരെ കൊടുക്കാനോ പിടിക്കാനോ ഉള്ള ശ്രമമല്ല, ആ പരീക്ഷയുടെ കാര്യങ്ങളിലെല്ലാം നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ഒരു പോരാട്ടത്തിലായിരിക്കും നമ്മൾ. അവരെ വിധിക്കാതിരിക്കാനായിട്ടും അവരെ താങ്ങാനും ആശ്വസിപ്പിക്കാനും ഉത്സാഹിപ്പിക്കാനും ഉള്ള ഒരു പോരാട്ടമായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. നാം ഒരു യഥാർത്ഥ ആത്മീയനാണെന്നുണ്ടെങ്കിൽ. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധം നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു. ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടേണ്ടതിന് അത്രേ കർത്താവ് വന്നത്. അപ്പോസ്തലന്മാർ കർത്താവിനോട് ചോദിച്ച്, സ്വർഗത്തിൽ തീ ഇറക്കി ഞങ്ങൾ ഈ ശമര്യക്കാരെ നശിപ്പിച്ച് കളയട്ടെ? അതിനുള്ള കർത്താവിന്റെ മറുപടി, മനുഷ്യപുത്രൻ മനുഷ്യന്മാരുടെ പ്രാണങ്ങളെ രക്ഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ അവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. അവരുടെ വീഴ്ചകളുടെ, പരാജയങ്ങളുടെ, തെറ്റുകളുടെ സ്ഥാനത്ത് ഒരു പരീക്ഷനെ പോലെ നോക്കിക്കാണാതെ, അവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും ഉയർത്തിപ്പിടിക്കാതെ അവരെ സഹായിക്കാനും അതിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനുമുള്ള ഒരു മനോഭാവമായിരിക്കും. നമുക്കറിയാം, കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയോടുള്ള ബന്ധത്തിൽ അവരെ കൊണ്ട് വന്നത് പരീക്ഷന്മാരാ. അവർ ന്യായപ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ശരിയാണ്, ന്യായപ്രമാണത്തിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അവിടെ കർത്താവ് ചെയ്തൊരു കാര്യം, അവരെ വെല്ലുവിളിക്ക്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഒന്നാമത്തെ കല്ലെറിയട്ടെ. നമ്മൾ വായിക്കുന്ന എല്ലാവരും ഓരോരുത്തരായി പോയി. അവസാന സ്ത്രീയും കർത്താവ് വിശേഷിച്ചു. ആ സ്ത്രീയോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ആരും നിന്നെ കുറ്റം വിധിച്ചില്ല. ഇല്ല, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോകാം, മേലാൽ പാപം ചെയ്യരുത്. അപ്പോൾ യഥാർത്ഥ ആത്മീയ വഴിയിൽ നടക്കുന്ന ഒരാളുടെ നിലപാട് എപ്പോഴും അങ്ങനെ ആയിരിക്കും. അവരെ സഹായിക്കാനും രക്ഷിക്കാനുമുള്ള ഒരാഗ്രഹവും അതേസമയം തന്നെ ഒരു മുന്നറിയിപ്പും കൊടുക്കും. ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, പക്ഷെ മേലാൽ പാപം ചെയ്യരുത്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഒരു സഭയായിട്ട് പണിയപ്പെടുന്നിടത്ത് നാം നമ്മളെ തന്നെ വിധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മളിലുള്ള മനോഭാവം എന്താ? ഫിലിപ്പിയിലായാലും നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതെല്ലാ കാര്യങ്ങളിലും അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ക്രിസ്തു നമ്മളെ നോക്കിക്കാണുന്നത്? അതുപോലെ മറ്റുള്ളവരെ നോക്കിക്കാണാനുള്ള ഒരു ആന്തരിക മനോഭാവം നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ 2-3 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ആ വക പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു നാം അറിയുന്ന. ആ വക പ്രവർത്തിക്കുന്നതിനെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ തെറ്റി കഴിയുമെന്ന് ധരിക്കുന്നുവോ? ഇപ്പം ഭാര്യ ഒന്ന് കോപിച്ചാണ് ഭർത്താവ് വിധിക്കും, അല്ലെ ഭർത്താവ് ഒന്ന് കോപിച്ചാണ് ഭാര്യ വിധിക്കും, മാതാപിതാക്കൾ കോപിച്ചാൽ മക്കൾ വിധിക്കും. നമ്മുടെ എല്ലാ ഉള്ളിൽ ആദ്യം വിധിക്കുന്നൊരു മനോഭാവം ഉള്ളത്. സഹായിക്കാനുള്ളൊരു മനോഭാവമല്ല, വിധിക്കാനുള്ളൊരു മനോഭാവം എപ്പോഴും കാണുന്നത്. നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, ഞാൻ കുറച്ച് മെച്ചപ്പെട്ട ആളാണ്, മറ്റേ ആളെക്കാളും ഞാനാണ് കുറെ കൂടെ മെച്ചപ്പെട്ട ആളെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം, വിധിക്കുക തന്നെ പ്രവർത്തിക്കുക ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ തെറ്റി കഴിയുമെന്ന് ധരിക്കുന്നുവോ? നമുക്കങ്ങനെ ഒരു വിധിയുടെ മനോഭാവത്തിൽ ജീവിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ദൈവഭാവം നിൽക്കുമ്പോൾ നമുക്ക് തെറ്റി കഴിയാൻ, രക്ഷപ്പെടാനായിട്ട് പഴുതുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർത്തും. 4-ാമത്തെ വാക്യത്തിൽ, അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പം കർത്താവിന്റെ ദയ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് നമ്മൾ മാനസാന്തരത്തിലേക്ക് നടത്തുക എന്നുള്ളതാണ്. നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ പോകുമ്പോൾ പലയിടത്തും കർത്താവ് ഇങ്ങനെ അവരോട് അരുളി ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി ഞാൻ നിന്നെ അടിക്കത്തില്ല, നീ അധികം പിന്മാറത്തേ ഉള്ളൂ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്നൊരു കാര്യം നിന്നെ ചേർത്ത് പിടിക്കാൻ പോവാം. ശരിക്കും പുതിയ നിയമ കാലഘട്ടത്തില് ഈ ഒരു ആത്മാവിലാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. കർത്താവ് പ്രസംഗിച്ചപ്പം അവിടെ കർത്താവിന്റെ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ കോപ ദിവസത്തെ കുറിച്ചും
അനുകൂലമായ ദിവസത്തെക്കുറിച്ചും പറയുന്നിടത്ത് കർത്താവ് നിർത്തിയത് അനുകൂലമായി പറയുന്ന ഭാഗത്ത് നിർത്തി, കോപത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടം കൃപായുഗത്തില് ദൈവത്തിന്റെ ദയയാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. ആ ദയയുടെ ഉദ്ദേശം മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരാൾ നമ്മളെ ഒരു വീഴ്ചയുടെ പേരിൽ ഒത്തിരി കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ കൂടുതൽ നിരാശപ്പെട്ടു പോവുക ചെയ്യുന്നത്. പക്ഷെ ആള് നമ്മുടെ തോളെ തട്ടി പറയാ തെറ്റായിപ്പോയി, സാരമില്ല, ഇനി നമുക്ക് ജയിക്കാൻ വേണ്ടി ഇന്ന് പോരാടാമെന്ന് പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ കുതിച്ചെഴുന്നേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. ശാതാമി സന്ധിയുടെ പ്രത്യേകത എപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവമാണ്. പക്ഷെ നാം കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു മനോഭാവത്തിൽ നിന്ന കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത്. വിധിക്കുന്ന മനോഭാവമല്ല, ഒരു താങ്ങുന്ന, ആശ്വസിപ്പിക്കുന്ന, കൈപിടിച്ച് നടത്തുന്ന ഒരു മനോഭാവത്തിലേക്ക് കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ 4-ാം വാക്യം നമ്മൾ വായിച്ച ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം നമുക്കറിയാം. തുടർന്ന് 5-ാം വാക്യം നമ്മൾ വായിക്കുന്ന നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. അപ്പൊ ഈ ദയ നമ്മളെ തകർച്ചയിലേക്കും നുറുക്കത്തിലേക്കുമാണ് നടത്തേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ ദയ കൂടുതൽ അനുഭവിക്കും തോറും നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും നമ്മൾ ദയ കാണിക്കുന്നവരായിരിക്കും. ഇല്ലെങ്കിൽ പരീക്ഷത്തിന്റെ ആത്മാവായിരിക്കും നമുക്കുണ്ടാകുക. ഇപ്പം പത്രോസ് അതുകൊണ്ടാണ് കർത്താവിനോട് ചോദിച്ചത്, സഹോദരൻ എത്ര വട്ടം പിഴച്ചാൽ ക്ഷമിക്കണം? 3 വട്ടം മതിയോ? പക്ഷെ കർത്താവ് പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞു 7 വട്ടം മതിയോ? 7 അല്ല, 70 വട്ടം. അപ്പൊ അവിടെ ഒരു മനോഭാവം നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ആളെ അഭിമുഖീകരിക്കുമ്പോൾ ക്ഷമിക്കാനുള്ള ഒരു മനോഭാവത്തോടെ ആയിരിക്കണം നമ്മൾ മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്നത്. ഭാര്യ-ഭർതൃ ബന്ധത്തിലേക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറ്റപ്പെടുത്താനല്ല, ക്ഷമിക്കാനും പൊറുക്കാനും ഉത്സാഹിപ്പിക്കാനും ഉള്ളൊരു മനോഭാവം. കർത്താവിനുണ്ടായിരുന്ന ഭാവം അതായിരുന്നു. കർത്താവിന്റെ അടുക്കല് ആ നിലയിൽ കടന്നു വന്ന എല്ലാവരോടുള്ള ബന്ധത്തിലും കർത്താവ് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുന്ന നമ്മൾ കാണുന്നില്ല. അവരോട് ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഒരു പരീക്ഷത്തിന്റെ ആത്മാവിൽ നിൽക്കുമ്പം നമുക്കത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ വിഷമമാണ്. നമ്മൾ ആദ്യം ചിന്തിക്കുക അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, ഇപ്പം തന്നെ ചോദിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ദൈവം അങ്ങനെ നമ്മളോട് ചോദിക്കാറില്ല. ദൈവം നമുക്ക് ഒത്തിരി അവസരങ്ങൾ തരും. വീണ്ടും വീണ്ടും ദൈവം തന്നെ ദയയും കരുണയും നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും. അതിന്റെ അനന്തരഫലമായിട്ടാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ മാനസാന്തരപ്പെടാനുള്ള കാര്യം എന്താ? ദൈവത്തിന്റെ കർത്താവിന്റെ ഏത് മനോഭാവം കണ്ടിട്ടാ? നമ്മളോട് കാണിച്ച കരുണയെ ഓർത്തിട്ടാ? നമ്മളെ ആകർഷിച്ച എന്തായിരുന്നു? നമുക്ക് പകരമായിട്ട് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ താൻ ഏറ്റ് തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ച് കിടക്കുന്ന കുരിശ് കാണുമ്പം അവിടെ നമുക്കൊരു കുറ്റപ്പെടുത്തലിന്റെ വിരൽ ചൂണ്ടിയിട്ടില്ല. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ ഹൃദയത്തിന്റെ തുടിപ്പുകൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മാനസാന്തരത്തിലേക്ക് വരുന്നത്. എന്നെ ഇത്രയധികം സ്നേഹിച്ച് ഈ കർത്താവിനെ ഇനി ഞാൻ എങ്ങനെ വേദനിപ്പിക്കും? എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ ഹൃദയത്തിന് ഞാൻ എങ്ങനെ ദുഃഖം ഉണ്ടാക്കും? ഞാൻ ദയയാണ് നമ്മളെ കർത്താവിലേക്ക് ആകർഷിക്കുന്നതും നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതും. പക്ഷേ തുടർന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 4-ാം വാക്യത്തിൽ 2-ാം ഭാഗത്ത് അല്ല 5-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താൽ. നമുക്കറിയാം, ഹൃദയം കഠിനപ്പെടുന്നത് പാപത്തിന്റെ ചതിയാലാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2-ാം അധ്യായം നമ്മളോടാണ് സംസാരിക്കുന്നത്. 1-ാമത്തെ അധ്യായം ജാതികളോടുള്ള ബന്ധത്തിലാണെങ്കിൽ 2-ാമത്തെ അധ്യായം സംസാരിക്കുന്ന മുഴുവൻ കർത്താവിലേക്ക് വന്നൊരു വ്യക്തിയോടാണ്, യഹൂദനോടുള്ള ബന്ധത്തിലാ, അതുപോലെ നമ്മളോടുള്ള ബന്ധത്തിലാ. അവിടെ പറയും നിന്റെ കാഠിന്യം. നമുക്കറിയാം എങ്ങനെ നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നതെന്ന്. പാപത്തിന്റെ ചതിയാലാണ് നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തെക്കുറിച്ച് അനുദപിക്കുകയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെടും. ഹൃദയം കഠിനപ്പെടും തോറും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടും, ദൈവിക സന്തോഷം നമുക്ക് നഷ്ടപ്പെടും, സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടും. അത് നമ്മളെ കൂടുതൽ പാപത്തിലേക്ക് നയിക്കും, കൂടുതൽ അകൽച്ചയിലേക്ക് നയിക്കും. നമുക്കറിയാം, നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാൽ
നമ്മളത് വളരെ പെട്ടെന്ന് പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് ആ അടുപ്പം തിരിച്ചു കിട്ടും. പക്ഷെ നമ്മളത് പരിഹരിക്കുന്നില്ലെങ്കിൽ അകൽച്ച കൂടുക ചെയ്യുന്നത്. അതിന്റെ മേലെ അടുത്ത കാര്യം വരുന്നു, അടുത്ത കാര്യം വരുന്നു. അത് മുന്നോട്ട് പോകും തോറും ഹൃദയങ്ങൾ തമ്മിൽ കൂടുതൽ 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 അകന്നുകൊണ്ടേയിരിക്കും. അതേസമയം നമ്മൾ അന്നേരം തന്നെ മാനസാന്തരപ്പെടുകയും ഏറ്റുപറയുകയും ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഹൃദയം കൊണ്ട് കൂടുതൽ അടുത്തടുത്തടുത്ത് വരും നമുക്ക് കാണാനായിട്ട് കഴിയും. സാത്താൻ എപ്പോഴും നമ്മളെ അകറ്റാനായിട്ട് നമ്മളെ പാപത്തിൽ തള്ളിയിടുക ചെയ്യുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് അനുദമിക്കുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്യാതിരിക്കുന്നിടത്ത് ഈ അകൽച്ച ദൈവമായിട്ടുള്ള ബന്ധത്തിലും വ്യക്തിപരമായിട്ടും നമ്മൾക്ക് ഉള്ളിൽ അകൽച്ച വരികയാണ് ചെയ്യുന്നത്. ആ ഗ്യാപ്പിലാണ് സാത്താൻ കൂടുതൽ 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 വേണ്ടാത്ത ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടു നടക്കുന്നത്. നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. അപ്പൊ നമുക്കറിയാം, ദൈവം എല്ലാവർക്കും മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കുന്നുണ്ട്. ദൈവം സകല മനുഷ്യരോടും സംസാരിക്കുന്നുണ്ട്, മാനസാന്തരപ്പെടാനായിട്ട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം നമ്മൾ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. അതിന്റെ വെളിപ്പാട് പുസ്തകം 2-ന്റെ 21-ാമത്തെ വാക്യത്തിലാണ്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. അപ്പൊ ദൈവം ഒത്തിരി അവസരങ്ങൾ നമ്മൾക്ക് തരാറുണ്ട്. പലപ്പോഴും ദൈവശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. അവിടെ പലപ്പോഴും നമുക്ക് പറ്റുന്ന പരാജയം, നാം നമ്മെ തന്നെ ന്യായീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്ന വഴി നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും നമ്മുടെ ഹൃദയം കഠിനപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിലെല്ലാം വലിയ അളവിലുള്ള പാപമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പാപത്തെ തിരിച്ചറിയാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു പ്രബോധനം കേൾക്കുന്നിടത്ത് അത് നമുക്കുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കാതെ മറ്റുള്ളവർക്കുള്ളതാണെന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത്. ദൈവം നിരന്തരമായിട്ട് നമുക്ക് അവസരങ്ങൾ തരുന്നുണ്ട്. അപ്പൊ ദൈവം സാഗ്രഹർ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മാനസാന്തരപ്പെടാതിരിക്കും തോറും നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് നമ്മൾ ആ ലൈനിനോട് അടുത്ത് ചെല്ലുക. അവസാനം നമ്മൾ ആ ലൈൻ ക്രോസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് പ്രത്യാശയ്ക്കുള്ള എല്ലാ വഴികളും അവസാനിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ മാനസാന്തരപ്പെടാനൊരു വിളിയാണുള്ളത്. നമുക്ക് മാനസാന്തരപ്പെടാൻ ഒത്തിരി ഉണ്ടെന്നുള്ള കാര്യം സത്യം. മത്തായി 5:3 നമ്മൾ വായിക്കുന്ന ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അത് കാണിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ മാനസാന്തരപ്പെടേണ്ട ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മളത് അംഗീകരിക്കാൻ താഴ്മയുള്ളവരായിരിക്കണം. ഒരിക്കലും ഒരു തൃപ്തിയുടെ ആത്മാവ് നമുക്ക് വരാനായിട്ട് പാടില്ല. കർത്താവ് ഒരു ഭാഗത്തേക്ക്, എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. എപ്പോൾ നമുക്കൊരു സമ്പന്നതയുടെ മനോഭാവം തോന്നുന്നു, സാത്താൻ പലപ്പോഴും നമ്മൾ വഞ്ചിക്കാറുണ്ട്. ചില സമയത്ത് നമുക്ക് തോന്നുന്നു, ഇപ്പൊ എനിക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ അത്യാവശ്യം എവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. പക്ഷെ അത് പല തലത്തിലും വരാം. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തില് എഫീസിയൻ നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അതൊരു നീണ്ട യാത്രയാണ്. ദിനംപ്രതിയുള്ള മാനസാന്തരത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും വഴിയിൽ നമ്മൾ നടക്കും തോറുമാണ് നമ്മൾ സ്നേഹത്തിൽ എന്തുമാത്രം കുറവുള്ളവരാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ സ്നേഹത്തിൽ വർദ്ധിക്കുമ്പം പരസ്പരം ഉള്ള ബന്ധത്തിൽ സമാധാന ബന്ധം ഉണ്ടാകും. അപ്പം ഭാര്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരണത്തിൽ വളരുന്നവരാണെങ്കിൽ നമുക്കൊരു സന്തോഷമായിരിക്കും തോന്നുക, സമാധാനവും സ്വസ്ഥയായിരിക്കും തോന്നുക. അല്ല, അസ്വസ്ഥതയും അസമാധാനവും ഒക്കെ നമുക്ക് ഫീൽ തോന്നൽ വരുന്നെങ്കിൽ അത് കാണിക്കുന്നത് എവിടെയൊക്കെയോ നമുക്ക് കാര്യമായിട്ട് തകരാറുണ്ടെന്നുള്ള കാര്യമാണ്. സാത്താൻ എപ്പോഴും നമ്മളെ വഞ്ചിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ കഠിനപ്പെടുത്തുക ചെയ്യുന്നത്. അതിന്റെ അനന്തരഫലം ദൈവിക സ്പർശം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ കൂടുതൽ 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 ദൈവത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. പാപത്തോടുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പ് കുറയാനായിട്ട് തുടങ്ങും. പാപത്തെ നമ്മൾ ലഘുവായിട്ട് കാണാൻ തുടങ്ങും. പാപത്തെ ന്യായീകരിക്കാൻ തുടങ്ങും. പാപത്തെ മൂടി വെക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ നമ്മൾ കൂടുതൽ ദൈവത്തിൽ നിന്ന് അകത്തു പോവുക ചെയ്യുന്നത്. അവിടെ 6-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്ന, അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഇവിടെ റോമാലേഖനം 6-ാം അധ്യായത്തില്
നമ്മളിങ്ങനെ വായിക്കുന്ന 22-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫല വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ഈ വിശുദ്ധീകരണത്തിന്റെ അന്ത്യത്തിലാണ് നമ്മൾ നിത്യജീവന് അവകാശിയായി തീരുന്നത്. ഇവിടെ വെച്ചെങ്കിലും ഈ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ നമ്മൾ പിന്മാറിയാൽ നമ്മൾ നിത്യജീവനിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്തരുത്, നമ്മൾ മാനസാന്തരത്തിന്റെ വഴിയിൽ നടക്കണം, എപ്പോഴും നമ്മൾ തകർന്നു നുറുങ്ങിയുള്ള ഹൃദയം സൂക്ഷിക്കണം എന്നുള്ള പ്രബോധനങ്ങൾ കേൾക്കുന്നതിന്റെ കാരണം അതാണ്. കാരണം തകർന്നു നുറുങ്ങിയുള്ള ഹൃദയമുള്ളവരുടെ സമീപത്താണ് കർത്താവിന്റെ സാന്നിധ്യമുള്ളത്. കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ കൂടുതൽ മാനസാന്തരത്തിലേക്കും പാപബോധത്തിലേക്കും ശുദ്ധീകരണത്തിലേക്കും നയിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ 6-ാം വാക്യത്തിൽ പറയുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയത അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. 2 കൊരിന്ത്യർ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഈ ശാഠ്യം വളരെ അപകടകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്ന ഒരു കാര്യം ഈ ശാഠ്യത്തിൽ നിന്ന്, വളരെ ചെറുപ്പത്തിലേ അവർ ശാഠ്യം പിടിക്കുന്നവരായിരിക്കും അവരുടെ ഇഷ്ടം സാധിക്കാനായിട്ട്. നമ്മളത് സാധിപ്പിച്ചു കൊടുക്കാതെ ആ ശാഠ്യത്തിന്റെ മനോഭാവത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കേണ്ടി എന്ന് പറഞ്ഞതുപോലെ, ഇത് വളർന്നു വരുന്തോറും നമ്മുടെ ഉള്ളിൽ ഈ ശാഠ്യത്തോടുള്ള ബന്ധത്തിൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്ന, അനീതി എന്ന് പറയുമ്പോൾ പാപമാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ വഴി നടക്കാതെ പാപത്തിന്റെ വഴിയിൽ നടക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തുടർന്ന് അടുത്ത വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനും വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യഹൂദന്റെ കരങ്ങളിലാണ് ദൈവം ന്യായപ്രമാണം ഏൽപ്പിച്ച് അവരനുസരിച്ച് ദൈവമുള്ള ഒരു ജാതിയായിട്ട് ജീവിക്കാനായിട്ട്. അപ്പൊ അത് അനുസരിക്കാതിരിക്കുമ്പോൾ ആദ്യം അവർക്ക് ആ ശിക്ഷ കിട്ടുന്നത്, പിന്നെയാണ് യവന് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനും ലഭിക്കും. ഈ കാലഘട്ടത്തില് സഭയോടാണ് ദൈവം ഇടപെടുന്നത്, യഹൂദനോടല്ല. ഇവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാം, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം ക്രിസ്ത്യാനിക്കും പിന്നെ ജാതികൾക്കും ലഭിക്കുമെന്ന് നമുക്ക് വേണം വായിക്കാം. ഇതിന്റെ എന്തൊക്കെ അവിടെ ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത് മഹത്വം, മാനം, സമാധാനം. ആ മഹത്വം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവിക സ്വഭാവത്തെ കുറിക്കുന്നതാണ്. മഹത്വവും മാനവും സമാധാനവും. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ സമാധാനമുള്ളവരാണോ? റോമർ 5 നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പരസ്പരം നമുക്ക് സമാധാനമില്ലെങ്കിൽ ഇത് കാണിക്കുന്നേ നമ്മളും ദൈവമായുള്ള ബന്ധത്തിൽ നമ്മൾ സമാധാന ബന്ധത്തിലല്ലെന്നുള്ളതാണ്. നമ്മളും ദൈവമായിട്ട് സമാധാന ബന്ധത്തിലാണെങ്കിൽ നമ്മളെ കണ്ടുമുട്ടുന്ന, നമ്മൾ ഇടപെടുന്ന എല്ലാവർക്കും നമ്മളിൽ നിന്ന് സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയും. നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട തലവാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളങ്ങ് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്കൊരു സമാധാന ബന്ധമാണോ ദൈവമായിട്ടുള്ളത്? അല്ലെ, സമാധാന ബന്ധമുള്ളവരെ ഇവിടെയുള്ള ബന്ധത്തിൽ നമുക്കറിയാം, നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിയോടെ വളരെ ഹൃദയംഗമായിട്ടായിരിക്കും അവരെ സ്വീകരിക്കുന്നത്, അവരെ നേരിടുന്നത്. വളരെ ഫ്രീ ആയിരിക്കും നമ്മൾ. അതേസമയം സമാധാന ബന്ധമില്ലാത്ത ഒരാളുമായിട്ട് നമ്മൾ നേരിടുമ്പം
നമുക്കറിയാം, നമ്മുടെ മുഖത്തത്ര ഫ്രീ ആയിരിക്കത്തില്ല. നമ്മളൊരു എന്താ പറയുക, ഒരു ചടങ്ങ് തീർക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടും. പക്ഷെ നമുക്ക് സമാധാന ബന്ധമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ചുംബിച്ചൊക്കെ ആയിരിക്കും സ്വീകരിക്കുന്നത്, സംസാരിക്കുന്ന കയ്യെ പിടിച്ചുകൊണ്ടായിരിക്കും, അല്ലേ? നമ്മൾ വളരെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് സമാധാനം. ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നിടത്ത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അപ്പൊ നമ്മളിൽ തന്നെ ഒന്നാമത് സമാധാനമുള്ളവരായിരിക്കും. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നിരപ്പിൽ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മുടെ ചുറ്റുപാട് ഒത്തിരി പ്രശ്നങ്ങൾ കാണും, പക്ഷെ അന്നേരവും നമ്മുടെ ഉള്ളിൽ വളരെ സ്വസ്ഥരും സമാധാനമുള്ളവരായിരിക്കും. പക്ഷെ നമ്മുടെ ദൈവമായിട്ടൊരു ബന്ധത്തിൽ നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ ചുറ്റുപാടുള്ള അസ്വസ്ഥതകൾ നമ്മളെ വളരെ പെട്ടെന്ന് കീഴടക്കും. നമ്മൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. നമ്മളുമായിട്ട് ഒരാൾ ഇടപെട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ജീവന്റെ സ്പർശത അവർക്ക് കിട്ടുന്നുണ്ടോ? ഏത് കാര്യത്തിലായിക്കോട്ടെ, ഒരാൾ നമ്മളുമായിട്ട് കുറച്ച് സമയം സംസാരിച്ചു ഇല്ലേ, ബന്ധപ്പെട്ടതിന് ശേഷം തിരിച്ചു പോകുമ്പം അവരെന്താ പിന്തുടരുന്നത്? അവരുടെ ചിന്തകളിൽ എന്താ പിന്തുടരുന്നത്? അവർക്ക് എന്തോ ഒരു സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും ഒക്കെ ഉള്ളവരായിട്ടാണോ പോകുന്നത്, അതോ കൂടുതൽ അസ്വസ്ഥരായിട്ടാണ് കടന്നു പോകുന്നത്? മുറിപ്പെട്ടവരായിട്ടോ ഭാരമുള്ളവരായിട്ടോ? ഇപ്പൊ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ അസമാധാനം നിറഞ്ഞ ഭാരം നിറഞ്ഞ ഈ ലോകത്ത് നമ്മൾ സമാധാനം കൊടുക്കുന്നവരും മറ്റുള്ളവരുടെ ഭാരം ഏറ്റെടുക്കുന്നവരും ആയിരിക്കണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇതാദ്യം നമ്മൾ നമ്മുടെ കുടുംബത്തിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടുന്നാണ് ഇത് പുറത്തേക്ക് വ്യാപരിക്കാനായിട്ട് തുടങ്ങുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സമാധാനത്തിലാണോ ജീവിക്കുന്നത്. ഭാര്യാഭർതൃബന്ധത്തെ കുറിച്ച് കോരിന്ത്യർ പറയുമ്പം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവം നിങ്ങളെ സമാധാനത്തിൽ ജീവിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്, ഭാര്യാഭർതൃബന്ധത്തെ കുറിച്ച് സമാധാനത്തിൽ ജീവിക്കാൻ. പഴയ ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരൊക്കെ കാണുമ്പം, യഹൂദന്മാരൊക്കെ തമ്മിൽ കാണുമ്പം സമാധാനം, ശാലോം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അവര് സംസാരം തുടങ്ങുന്നത്. കർത്താവും പലപ്പോഴും അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്നും പറഞ്ഞാണ് ശിഷ്യന്മാരുടെ അടുക്ക വന്നിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ഒരു സമാധാനം അനുഭവിക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിൽ? അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. തുടർന്ന് അടുത്ത വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ 11-ാം വാക്യത്തിൽ ഒരു പദപ്രയോഗമുണ്ട്, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പം കൊർന്നലീസിനോടുള്ള ബന്ധത്തില് ആ ഒരു പദപ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പത്രോസ് പറയുന്നത് ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ല. മനുഷ്യൻ പലപ്പോഴും മുഖപക്ഷം കാണിക്കുന്നവരാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലം ഓർക്കുന്നുണ്ട്. അന്ന് ഈ സ്കൂളിലൊക്കെ ഈ ഗോതമ്പ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഉച്ചഭക്ഷണത്തിന്. അപ്പൊ ഈ വിളമ്പാൻ നിൽക്കുന്നവരൊക്കെ അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വരുമ്പോൾ ഒത്തിരി കൊടുക്കും, പാത്രം കുത്തി നിറച്ചു കൊടുക്കും. അല്ലാത്തവർ വരുമ്പോൾ കുറച്ചിട്ടിട്ട് അവരെ പറഞ്ഞു വിടും. മുഖപക്ഷം. ശരിക്കും നിയമപ്രകാരം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ്ടേ, പക്ഷേ വിളമ്പുന്നവരുടെ വേണ്ടപ്പെട്ടവർ വരുമ്പോൾ കൂടുതൽ കൊടുക്കും, അല്ലാത്തവർക്ക് കുറച്ച് കൊടുക്കും. മനുഷ്യന്റെ ഉള്ളിലുള്ളതാ അത്, മുഖപക്ഷം. പക്ഷെ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ല എന്നുള്ള കാര്യം സത്യം. നമ്മളും ദൈവത്തെ അറിയുന്തോറും നമ്മളിൽ നിന്നും ഈ മുഖപക്ഷത്തിന്റെ മനോഭാവം മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ നീതിയോടെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഒരു മുഖപക്ഷം ഇല്ലാതെ, ഒരു പക്ഷഭേദവും കാണിക്കാതെ ദൈവത്തിന്റെ അതേ സ്വഭാവമുള്ളവരായിത്തീരും. അതിനെക്കുറിച്ച് നമ്മൾ മത്തായി 5 അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തെക്കുറിച്ച് പറയുന്നിടത്ത് അവൻ നീതികെട്ടവരുടെയും മേലും നീതിമാരുടെ മേലും തന്നെ മഴയെ പെയ്യുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് വായിക്കുന്നിടത്ത് അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്, ആരെങ്കിലും യെരൂശലേമില് ദൈവത്തെ ആരാധിക്കാൻ വന്നില്ലെങ്കിൽ അവന്റെ പറമ്പിൽ മഴ പെയ്യല്ല. പക്ഷെ ഇന്ന് ദൈവം ആരോടും മുഖപക്ഷം കാണിക്കുന്നില്ല. നമ്മളും കർത്താവിനെ അറിയും തോറും മുഖപക്ഷമില്ലാത്തൊരു മനോഭാവത്തിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ ഉള്ളിലുള്ളൊരു കാര്യം, ചിലരോടൊരു പ്രത്യേക താല്പര്യം തോന്നും, ചിലരോടൊരു മുഖപക്ഷം കാണിക്കും.
അത് ശരിക്കും പൈശാചികമാണ്. നമ്മൾ ആരോട് മുഖപക്ഷം കാണിക്കാൻ പാടില്ല. നമുക്ക് ഉള്ളിൽ ഒരാളുടെ പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ മുഖപക്ഷം കാണിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മളെല്ലാവരെയും ഒരുപോലെ കരുതാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും സഹോദരന്മാരുള്ള ബന്ധത്തിലും എല്ലാം നമുക്ക് അങ്ങനെ നമുക്കറിയാം. നമ്മുടെയൊക്കെ ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് ക്രിസ്തീയ കുടുംബങ്ങളിൽ ഏറ്റവും ഇളയ മകനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും മാതാപിതാക്കൾക്ക്. യാക്കോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യോസഫ് വാർദ്ധക്യത്തിലുണ്ടായിരുന്ന മകനായിരുന്നത് കൊണ്ട് എല്ലാവരെക്കാളെ ഏറെ യോസെഫിനെ സ്നേഹിച്ചു. അല്ലെ? യോസെഫിനോടൊരു പക്ഷപാതം ഉണ്ടായിരുന്നു യാക്കോബിന്. പലപ്പോഴും ദൈവം ഒരിക്കലും മനുഷ്യനോട് ഇടപെടുമ്പോൾ പക്ഷപാതം കാണിക്കാറില്ല. ദൈവം എല്ലാവരോടും ഒരേപോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. 12-ാം വാക്യം, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണത്തിന് മുമ്പുള്ള കാലഘട്ടം നമുക്കറിയാവുന്ന മനസാക്ഷിയുഗമായിരുന്നു. ദൈവം മനസാക്ഷിയിലൂടെയാണ് മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഉള്ളൊരു പ്രത്യേകത, എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ നമുക്കറിയാം യോസേഫിന് എഴുതപ്പെട്ട നിയമങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ന്യായപ്രമാണം പിന്നെ എത്രയോ കാലഘട്ടത്തിന് ശേഷമാണ് ദൈവം മനുഷ്യന് കൊടുക്കുന്നത്. പക്ഷെ അന്നും ദൈവത്തിന്റെ ഇഷ്ടം എന്താന്നുള്ളതിനെ കുറിച്ച് യോസേഫിന് അറിയാമായിരുന്നു. യോസേഫ് പറയുന്നുണ്ട്, പോത്തിഫറിന്റെ ഭാര്യയാൽ പരീക്ഷിക്കപ്പെട്ടപ്പം ദൈവത്തെ കുറിച്ച് അവൻ പറയുന്നത്, ദൈവമുമ്പാകെ ഞാൻ ഇത് ചെയ്യുന്നത് ശരിയല്ല. എവിടുന്നാ ഒരു ബോധ്യം കിട്ടിയേ? ശരിക്കും അവന്റെ ഉള്ളിൽ മനസാക്ഷിയിൽ ദൈവം കൊടുത്തിരുന്ന ഒരു ബോധ്യമാണ്. ന്യായപ്രമാണം വരും വരെ മനുഷ്യനെ മനസാക്ഷിയിലായിരുന്നു ദൈവം അവരോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ മനുഷ്യൻ കൂടുതൽ വഷളായിട്ട് അനന്തരഫലമായിട്ടാണ് ന്യായപ്രമാണം കൊടുക്കുന്നത്. അവർക്ക് പാപബോധം കൊണ്ടുവരാനായിട്ട്, പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം കൊണ്ടുവരാനായിട്ട്. ഇവിടെ പറയുന്ന ഒരു കാര്യം, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരല്ല, ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. നമ്മളെ വിധിക്കുന്നത് സുവിശേഷ പ്രകാരമാണെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെ ന്യായപ്രമാണം കൊണ്ട് വിധിക്കുന്നിടത്ത് നമ്മളെ വിധിക്കുന്നത് സുവിശേഷ പ്രകാരമാണ് വിധിക്കുന്നത്. 13-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ മറ്റ് സഭകളിലേക്ക് നോക്കിയാൽ, ഏത് സഭകളും ആയിക്കോട്ടെ, ഒരു ചടങ്ങാണല്ല. ഒരു സാധാരണ കത്തോലിക്കരായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഞായറാഴ്ച പോയി കുർബാനയൊക്കെ കണ്ട് അതിലൊക്കെ സംബന്ധിച്ച് പോയി കഴിയുമ്പോൾ അവനൊരു തൃപ്തിയുണ്ട്. പലപ്പോഴും നമുക്കും അങ്ങനത്തെ ഒരു മനോഭാവത്തിലേക്ക് വരാൻ കഴിയും. ഒരു മീറ്റിങ്ങിന് വന്ന് പാടി പ്രാർത്ഥിച്ച് വചനമൊക്കെ കേട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു തൃപ്തിയിൽ പോകാൻ കഴിയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആന്തരികമായിട്ടൊരു മാനസാന്തരത്തിന്റെ അനുഭവമോ കൂടുതൽ ദൈവത്തോട് അടുക്കുന്ന ഒരു മനോഭാവമോ ഉണ്ടാകുന്നില്ലെങ്കിൽ അതൊരു വെറും ചടങ്ങാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, കൂടുതൽ തകർത്തുകൊണ്ടേയിരിക്കണം. ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിയാൻ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ വചനത്തിന്റെ കേൾവി നമ്മുടെ ഉള്ളിൽ ഒരു തകർച്ച ഉണ്ടാക്കുന്നുണ്ടോ? നമ്മുടെ പാപത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ അവസ്ഥയെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങൾക്കും പുതുക്കം വരുന്നുണ്ടോ? ഓരോ ദിവസവും പുതുക്കം വരണമെന്നാണ് ദൈവത്തിന്റെ ഹിതം. അതുകൊണ്ടാണ് എബ്രായർ 3 നമ്മൾ വായിക്കുന്നത്, പാപത്തിൽ ചതിയാൽ കണ്ടപ്പെടാതിരിക്കേണ്ടത് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും ഡെയിലി പ്രബോധിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ കേൾവി നമ്മളെ കൂടുതൽ ശുദ്ധീകരണത്തിലേക്കും മാനസാന്തരത്തിലേക്കും തകർച്ചയിലേക്കും നുറുക്കത്തിലേക്കും നയിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ കേട്ട് മറക്കുന്നവരാണോ കേട്ട് ചെയ്യുന്നവരാണ്? നമുക്കറിയാം, ഒരു കുഞ്ഞ് സ്കൂളിൽ ചേർത്ത ഒരു കുട്ടി മിടുക്കനായി വളരണമെന്നുണ്ടെങ്കിൽ അവൻ അന്നന്നത്തെ പാഠം പഠിക്കുകയും അത് തറവാക്കുകയും ചെയ്യണം.
അങ്ങനെ ഡെയിലി ഉള്ളത് ഡെയിലി പഠിച്ചു വരുന്നപ്പോഴാണ് അവന് മിടുക്കനായി തീരുന്നത്. നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദിനംപ്രതി ദൈവത്തെ കേൾക്കാറുണ്ടോ? നമുക്ക് ശുദ്ധീകരണത്തിന്റെ വലിയൊരു അളവ് ആവശ്യമുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. ഓരോ ദിവസവും നമ്മൾ ശുദ്ധീകരിക്കപ്പെടേണ്ട, മാനസാന്തരപ്പെടേണ്ട തലങ്ങളെ കുറിച്ചുള്ള ഒരു ദൈവിക ബോധ്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ ശോധനയായിട്ടൊരു ആവശ്യമാണ്. പുതിയവൻ 3:3 നമ്മളിങ്ങനെ വായിക്കുന്ന, അവന് പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ നിർമ്മലീകരിക്കേണ്ട ഏതെങ്കിലും തലങ്ങള് നമുക്ക് ദിനംപ്രതി കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ സംസാരത്തില്, ചിന്തകളില്, ഇടപാടുകളില്, പെരുമാറ്റത്തില് ഒക്കെ ഞാൻ കൂടുതൽ നിർമ്മലീകരണത്തിന്റെ ആവശ്യം എനിക്ക് ഉണ്ടെന്നുള്ള ഒരു ബോധം നമുക്ക് കിട്ടാറുണ്ടോ? നമ്മൾ പരസ്പരം ഭാര്യഭർത്തൃ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ശേഷം ദേവന്മാവ് നമ്മളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, നീ കുറെ കൂടെ മയത്തിൽ ഇടപെടണം, നീ ഇച്ചിരി കഠിനനാണ്, നിന്റെ വാക്കുകൾക്ക് കടുപ്പം കൂടുതലാണ്. ആ നിലയിലുള്ള പല തലങ്ങളിലുമുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ബോധ്യം നമുക്ക് കിട്ടാറുണ്ട്. അത് നമ്മൾ വചനം കേട്ടങ്ങ് മറക്കുന്നവരായിട്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധി നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്ര നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ അനുസരണമാണ് നമ്മളെ ശുദ്ധീകരണത്തിലേക്കും കൂടുതൽ കർത്താവിന്റെ ആ അനുരൂപത്തിലേക്കും വളർത്തുന്ന ഒരു കാര്യം. തുടർന്ന് അടുത്ത വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, 14-ാമത്തെ വാക്യം, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്തവർ തങ്ങൾക്ക് തന്നെ ന്യായപ്രമാണം ആകുന്നു. നമുക്കറിയാം, കൊർന്നേല്യോസിന്റെ കാര്യത്തിൽ ഒരു ജാതീയനായിരുന്നു. പക്ഷെ ആ ന്യായപ്രമാണത്തിലൂടെ ദൈവം എന്ത് മനുഷ്യന് പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷയുടെ ഉന്നതിയിലേക്ക് ആ മനുഷ്യന് വളരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നമ്മളിങ്ങനെ ദിനംപ്രതി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാ. ഇന്നും എന്തായിരിക്കുമോ മനുഷ്യൻ പ്രാർത്ഥിച്ച്? ദൈവത്തെ അറിയാൻ മേലാത്തൊരു മനുഷ്യനാണ്. പക്ഷെ അവൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വായിക്കുന്നു. അവന്റെ ന്യായപ്രമാണം ഇല്ലെങ്കിലും അവന്റെ മനസ്സാക്ഷിയിൽ ഉണ്ടായിരുന്ന ഒരു ബോധ്യത്തിന്റെ തുടർച്ചയായിട്ടാണ് അവൻ അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നത്. 15-ാമത്തെ വാക്യത്തിൽ, അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. മനുഷ്യനോടുള്ള ബന്ധത്തിൽ, ഈ ജാതീയനായിക്കോട്ടെ, യഹൂദനായിക്കോട്ടെ, ക്രിസ്ത്യാനി ആരും ആയിക്കൊള്ളട്ടെ, അവന്റെ ഉള്ളിൽ, അവന്റെ മനസാക്ഷിയിൽ എപ്പോഴും ഈ ഒരു പോരാട്ടമുണ്ട്. അവിടെ പറഞ്ഞു, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിക്കുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട്. നമ്മൾ ചില വീട്ടിലെ ഒച്ചപ്പാടും ബഹളമൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ പ്രതിവാദം നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു വശം പറയും ഒരു കുഴപ്പമില്ല, നന്നായെന്ന് പറയും. എതിർവശം പറയും, അയ്യോ അത് വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, നാവിനെ നിയന്ത്രിക്കേണ്ടതായിരുന്നു. പിന്നെ തമ്മിലൊരു പോരാട്ടം, ഒരു വടംവലി നമുക്ക് കാണാൻ കഴിയും. ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിലുള്ളൊരു, അത് കാണിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി, അല്ലെ ദൈവം ന്യായപ്രമാണം കണ്ട് ഉദ്ദേശിച്ചു അത് തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു എന്ന് പറഞ്ഞ് 16-ാം വാക്യം, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന ആളിൽ തന്നെ. ഈ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ മറഞ്ഞിരിക്കുന്നത് പലതും വെളിച്ചത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, നമ്മുടെ മനോഭാവങ്ങളിലേക്കാണ് നോക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, അനാഥരെയും വിധവമാരുടെ ഒരു സങ്കടത്തിൽ പോയി കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നതും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അനാഥരെയും വിധവമാരെ ഒരു സങ്കടത്തിൽ പോയി കാണുമ്പോൾ എന്താ കളങ്കം പറ്റാനുള്ള സാധ്യത? ഇല്ല, നമ്മള് ജഡത്തിൽ വസിക്കുന്നവരായിരിക്കുമ്പോൾ നമ്മൾ എല്ലാ സമയത്തും പരീക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, എല്ലാ സമയത്തും. അപ്പൊ നമ്മളാ
എന്തേലും ഒന്ന് കൊടുക്കുന്നതല്ല, സഹായിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശത്തെ കുറിച്ച് അവിടെ പറയുന്നത്. നമുക്കൊരു തെറ്റായ ഉദ്ദേശത്തോടെ ഒരാളെ സഹായിക്കാൻ കഴിയും, തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചോണ്ട്. നമുക്കറിയാം, ഈ കൈക്കൂലിയൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനാ ചെയ്യുന്നത്. കൈക്കൂലി കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടൊരു ഔദാര്യം അല്ലെ ഒരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാ ചെയ്യുന്നത്. പക്ഷെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് തിരിച്ചങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതായിരുന്നു. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പം തിരിച്ച് താൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. നമ്മൾ നമ്മളെ തന്നെ വിധിക്കുന്നവരാണെ നമുക്ക് കാണാനായിട്ട് കഴിയും, നമ്മുടെ മനോഭാവങ്ങളിലും ഉദ്ദേശങ്ങളിലും ഒക്കെ ഒത്തിരി അശുദ്ധിയുണ്ട്. ദിനംപ്രതി ഒരു ശുദ്ധീകരണത്തിന്റെ വഴിയിൽ നമ്മൾ നടക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നാം ദൈവമുമ്പാകെ ജീവിക്കുമ്പം നമ്മൾ വിധിക്കപ്പെടാനായിട്ട് ഒന്നും കാണത്തില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയും തോറും ആ ദൈവത്തിന്റെ സാന്നിധ്യബോധം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കർത്താവ് ഇത് കേൾക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യത്തിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ വാക്കുകളെ സൂക്ഷിക്കും, വളരെ സൗമ്യനായിരിക്കും, വളരെ ശാന്തനായിരിക്കും, ആ നിലയിലെ സംസാരിക്കത്തുള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്ക് ദൈവം നമ്മുടെ ഉള്ളിലില്ല. നമ്മൾ പലപ്പോഴും മനുഷ്യനെ മുമ്പാകെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ കാണുമെന്നുള്ളപ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് പെരുമാറി സംസാരിക്കുക, ഇടപെടും. പക്ഷെ മനുഷ്യരാരും കാണാനില്ലാത്തപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് എപ്പോഴും നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് വിധിക്കാൻ പോകുന്നത് നമ്മുടെ രഹസ്യങ്ങളെയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ എല്ലാം ഇവരുടെ ഉദ്ദേശമാണ് നമ്മളെ ദൈവം തുറന്നു കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ മനസാന്തരത്തിന് വഴി നടക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ മനോഭാവത്തിൽ ദൈവം വ്യത്യാസം വരുത്തിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഫിലിപ്പിലേഖനത്തിലാണ്, ദൈവം നിങ്ങളെ ക്രിസ്തുവിൽ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ. ദൈവം എങ്ങനെ നമ്മളെ ക്രിസ്തുവിൽ കൈക്കൊണ്ടേ? ശത്രുക്കളായിരിക്കുമ്പോഴാണ്. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചോണ്ടാണ് നമ്മളെ കൈക്കൊണ്ടേ. അങ്ങനെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാ തലങ്ങളിലും ഈ ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് നമ്മളെ നടത്തുകയും ശുദ്ധീകരണത്തിന് വഴി നമ്മൾ നടക്കുകയും ചെയ്യുന്നതിന്റെ അനന്തരഫലം നമ്മളുള്ള ക്രിസ്തുവിന്റെ ആ മനോഭാവം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. വെറുതെ നമ്മൾ വായിക്കുന്നുണ്ട്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മനോഭാവങ്ങളിലും ഉദ്ദേശങ്ങളിലും ലക്ഷ്യങ്ങളിലൊക്കെ ശുദ്ധീകരണം വരുന്തോറുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആന്തരിക മനുഷ്യനിൽ ശുദ്ധീകരണമുള്ള ഒരു വ്യക്തിയായിട്ട് തീരുന്നത്. നമ്മുടെ ഇടപാടുകളിലും പ്രവൃത്തികളിലും എല്ലാം, ഉദാഹരണമായിട്ട് പറഞ്ഞാല്, ദൈവത്തിൽ ദാസന്മാരോട് പറയുമ്പോൾ ദൃഷ്ടി സേവകളാലല്ല എന്നൊരു പദപ്രയോഗമുണ്ട്. യജമാനന്മാരെ സേവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ആ സേവനം വരേണ്ടത്. ക്രിസ്തുവിനെന്ന വണ്ണം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്ന പോലെ വേണം അന്യോന്യമുള്ള ബന്ധത്തിൽ ചെയ്യുവാൻ. നമ്മുടെ ആന്തരിക തലത്തിൽ മാറ്റം വരുമ്പോഴേ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സിന് പുതുക്കം വരികയും രൂപാന്തരം വരികയും നമ്മുടെ ലക്ഷ്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ഉദ്ദേശങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന്റെ അനന്തരഫലമായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവജനത്തിന്റെ ഒരു നിരന്തരമായ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ നമ്മളിൽ നടക്കണമെന്നുള്ളതാണ്. ഒരിക്കൽ കർത്താവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. അതിന്റെ കാരണം ആ വചനം അവരുടെ ഉള്ളിൽ ഹൃദയത്തിലാണ് വീണുകൊണ്ടിരുന്നത്, ഒരു വിത്ത് പോലെ. അത് സാവകാശം മുളയ്ക്കും, വളരും, ഫലം കൊടുക്കാനായിട്ട് തുടങ്ങും. ഞാൻ ഇന്നിങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു. കൊരിന്ത്യർ അപ്പോസ്തലൻ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാന്ന് പറയുന്ന, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി. നമുക്കറിയാം, കൃഷി ചെയ്യുന്ന ഭൂമിയിലാണ്.
നിലത്താണ്. അപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ സാത്താൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫീൽഡാണ് നമ്മള്. നമ്മുടെ യജമാനൻ സാത്താനായിരുന്നു. അവൻ നമ്മുടെ ഹൃദയത്തിൽ കൃഷി ചെയ്തുകൊണ്ടായിരുന്നേ, പാപത്തിന്റെ കൃഷി. മുള്ളു തന്നെ വിതച്ച് 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 പാപത്താൽ നിറയപ്പെട്ട ഒരവസ്ഥയിലാണ് ദൈവം നമ്മളെ കണ്ടുമുട്ടിയിട്ട് കർത്താവ് ഒരു വില കൊടുത്തിട്ട് നമ്മളെ കർത്താവിന് വേണ്ടി വാങ്ങുന്നത്. അങ്ങനെ വാങ്ങിയൊരു നിലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അതിന്റെ ഉടമസ്ഥാവകാശം മാറ്റപ്പെട്ടു. സാത്താന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ കയ്യിലായി. അന്നേരവും ഈ ഫീൽഡിൽ മുഴുവൻ എന്താ ഉള്ളത്? ഈ പറഞ്ഞ മുള്ളും പറക്കാരിയല്ല ഉള്ളത്. പക്ഷെ അതിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റപ്പെട്ടു. പിന്നീട് ദൈവം ചെയ്തൊരു പ്രവൃത്തി, തന്റെ ആത്മാവിനാൽ നമ്മളൊരു കൃഷിഭൂമി കാട് മൂടി മുള്ളു പിടിച്ച് കിടക്കുന്ന ഒരു കൃഷിഭൂമി ആദ്യം ചെയ്തൊരു കാര്യം, അത് വെട്ടി തീയിട്ട് ചുട്ട് വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു കൃഷിക്ക് മുമ്പായിട്ട് അതാ ചെയ്യുന്നത്, നിലം ഒരുക്കുന്ന ഒരു പ്രക്രിയ. അപ്പൊ ദൈവം നമ്മളെ കണ്ടുമുട്ടി മാനസാന്തരത്തിനായിട്ട് നമ്മളെ വിളിച്ച് നിലമൊരുക്കുന്ന ഒരു പ്രക്രിയ ചെയ്തത്. പക്ഷെ അന്നേരം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിത്തുകൾ കൂടുതലും ഈ മുള്ളിന്റെ വിത്തുകളാണ്. കോപത്തിന്റെയും മോഹത്തിന്റെയും പരാതിയുടെയും കയ്പിന്റെയും വെറുപ്പിന്റെയും ഇങ്ങനെയുള്ള വിത്തുകളാണ് കിടക്കുന്നത്. അപ്പൊ കർത്താവ് ചെയ്യുന്നൊരു കാര്യം, ശുദ്ധീകരിക്കുന്ന അളവിൽ നല്ല വിത്ത് വിതയ്ക്കാനായിട്ട് തുടങ്ങുന്നു, കളകൾ പറിക്കാൻ തുടങ്ങുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, ഈ കള പറിച്ച് കളയുമ്പോൾ നമുക്ക് സന്തോഷമാണോ ദുഃഖമാണോ തോന്നുന്നത്? നമ്മുടെ ദൈവത്തിന്റെ കൃഷിഭൂമിയായി ദൈവം നമ്മുടെ ഹൃദയത്തിലെ കള പറിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണോ വിഷമമാണോ തോന്നുന്നത്? ഒരു കാലം നമുക്കറിയാം, സാത്താൻ ഈ പാപത്തിന്റെ കൂടുതൽ വിത്ത് വിതയ്ക്കും തോറും നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എത്ര വിത്ത് വേണേലും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറുള്ളവരായിരുന്നു. പക്ഷെ ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണോ? അതെ, ആ സാത്താന്റെ വിത്തുകൾ കാണുമ്പോൾ നമുക്ക് അതിനോടൊരു വെറുപ്പുണ്ടോ? ഈ വിത്ത് എനിക്കിനും വേണ്ട, എന്റെ ഹൃദയത്തിൽ ഞാൻ വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നല്ല വിത്ത് വിതയ്ക്കാൻ വരുമ്പോൾ കർത്താവെ ഇനി അധികം അധികം എന്റെ ഹൃദയത്തിൽ വിതയ്ക്കണം എന്നുള്ള ഒരു നിലവിളി നമ്മുടെ ഉള്ളിലുണ്ടോ? അതോ ഇന്നും ആ സാത്താന്റെ വിത്തുകളോടുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ലേ? അതിന് നമ്മൾ വെറുക്കുന്നുണ്ടോ? സാർശ്വാക്യം നമ്മൾ 8:13 ഇങ്ങനെ വായിക്കുന്ന, യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നതാണ്. നമുക്ക് പാപത്തോടൊരു വെറുപ്പുണ്ടോ? നമ്മുടെ ചിന്തയിൽ ആളെ കുറിച്ച് ഒരു കയ്പിന്റെ ചിന്ത വരുമ്പോൾ നമുക്ക് ആ ചിന്തയോടുള്ള വെറുപ്പിന്റെ മനോഭാവമാണോ? അതോ നമ്മൾ അത് വളരാൻ അനുവദിക്കുന്നവരാണ്? സാത്താൻ നിരന്തരമായിട്ട് നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷവും അവന്റെ വിത്ത് വിതയ്ക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുള്ള പ്രസക്തമായ കാര്യം. ആ വിത്ത് വീഴുന്ന ഉടനെ നമ്മൾ എടുത്ത് അകലെ കളയാൻ നമുക്ക് മനസ്സുണ്ടോ? കർത്താവ് വിതയ്ക്കുന്ന ഉപമ പറഞ്ഞു, നല്ല വിത്ത് വീണ നിലത്തെക്കുറിച്ച് അത് നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നതാണ്. നമ്മൾ ഇന്നും നമ്മുടെ ചിന്തകളില് ദൈവജനമാകുന്ന വിത്താണോ സ്വീകരിക്കുന്നത്? ജഡത്തിൽ നിന്ന് വരുന്ന വിത്തുകളാണോ സ്വീകരിക്കുന്നത്? കയ്പിന്റെ വിത്തുകളാണോ നമ്മൾ സ്വീകരിക്കുന്നത്? അതോ ക്ഷമയുടെ വിത്തുകളാണോ നമ്മൾ സ്വീകരിക്കുന്നത്? നിരന്തരമായിട്ട് സാത്താൻ എല്ലാ സമയത്തും നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്തകളിലൂടെ വിത്ത് വിതയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ഇടവിടാതെ സ്തോത്രം ചെയ്യുകയും. നമുക്കത് ജൽപ്പനത്തിലൂടെ ചെയ്യാൻ പറ്റും, ഹൃദയംഗമായിട്ട് ചെയ്യാൻ പറ്റും. പുറമേ കേൾക്കാതെ ഉള്ളിൽ ഒരു സ്തോത്രത്തിന്റെ സ്തുതിയുടെ ആത്മാവിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളില്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവപിതാവിനെ എപ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുകയും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആത്മാവുണ്ടോ എന്നുള്ള പ്രശ്നം. സങ്കീർത്തനത്തിന്റെയും സ്തുതിയുടെയും ആത്മീയ ഗീതങ്ങളുടെയും ഒരു തലത്തിലാണോ? അതോ പരാതിയും വെറുവെറുപ്പും അശുദ്ധ ചിന്തകളുടെയും ഒരു ഒഴുക്കിലാണോ നമ്മൾ ആയിരിക്കുന്നത്? ആത്മാവ് നിറഞ്ഞ ഒരാളുടെ ഉള്ളിൽ എപ്പോഴും ഒരു സ്തുതിയുടെ ആത്മാവുണ്ടാവും. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ലേ, നിൻ സ്തുതിയാൽ നിറയ്ക്കൻ
നമ്മൾ ആ ഒരു മനോഭാവത്തിലേക്ക് വളരുന്നുണ്ടോ? നമ്മൾ വിജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം, അതിനുവേണ്ടി ഒരു പോരാട്ടത്തിലായിരിക്കുന്നു. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ അവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവവും പിതാവുമായതിനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. അത് കയ്പുള്ള ആയിരിക്കാം ചിലപ്പോൾ. നമ്മൾ ആ പാട്ടുകളൊക്കെ പാടാറുണ്ട്. കയ്പുള്ള അനുഭവങ്ങൾക്ക് സ്തോത്രം, സ്വസ്ഥതയിലേക്ക് അവ നടത്തും. നമ്മൾ കയ്പുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി സ്തോത്രം പറയാറുണ്ടോ? അതോ നമ്മൾ പിറുപിറുക്കുകയും പരാതി പറയുകയാണോ ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ദൈവിക വഴിയിൽ മുന്നോട്ട് പോകുന്നതോറും നമ്മുടെ ഹൃദയം മുഴുവൻ ദൈവത്തോടുള്ള നന്ദിയും സ്തോത്രവും സ്തുതിയും, ദൈവത്തെ നമ്മൾ അറിയും തോറും, ദൈവത്തിന്റെ മഹത്വം, വലിപ്പം, അവന്റെ ശക്തി, ഇതെല്ലാം അറിയും തോറും ആ ഒരു ആത്മാവിലായിരിക്കും. എപ്പോഴും ദൈവത്തോടുള്ള ഒരു ആരാധനയുടെ തലത്തിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ മുഴുവൻ എപ്പോഴും ഒരു സ്തോത്രവും സ്തുതിയും നന്ദിയും ഒക്കെ ആയിരിക്കും. അവിടെ പിറുപിറുപ്പിനോ പരാതിക്കോ അശുദ്ധ ചിന്തകൾക്കോ ഒന്നും ഇട കാണത്തില്ല. ഒരു കാലത്ത് സാത്താന്റെ കൃഷിഭൂമിയായിരുന്നു നമ്മുടെ ഹൃദയങ്ങള്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൃഷിഭൂമിയായിട്ട് മാറിയിട്ടുണ്ടോ? അവിടെ ഏത് വിത്തുകളാണ് വളർന്നു വരുന്നത്? 2 വൃക്ഷങ്ങളെ കുറിച്ച് നമ്മൾ മത്തായി വായിക്കുന്നുണ്ട്. ആകാത്ത ഫലം കായ്ക്കുന്നതും നല്ല ഫലം കായ്ക്കുന്നു. ഒരിക്കൽ നമ്മൾ ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു മനോഭാവത്തിലായിരുന്നു. ഇന്ന് നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ? അവിടെയാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ കൊലോസ്യലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട പോലെ അവന് കൂട്ടായ്മയിൽ നടപ്പീൻ. നമ്മൾ വായിക്കുന്നുണ്ട്. അവനിൽ വേരൂന്നിയും. കർത്താവിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിറഞ്ഞ് നമ്മളിപ്പം വായിച്ച കാര്യങ്ങളാണ്. കർത്താവിൽ വേരൂന്നിയ ഒരാളുടെ ഫലങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. സങ്കീർത്തനം, സ്തുതിയും ആത്മീയ ഗീതങ്ങൾ 2 കാര്യം ചെയ്യും. തമ്മിൽ പഠിപ്പിക്കുന്നു. ഒന്ന്, ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യുന്നു. നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴും നമ്മൾ തമ്മിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാട്ട് പൗലോസ് പറഞ്ഞതിൽ ഇങ്ങനെ പറഞ്ഞു, 10,000 വാക്ക് സഭയിൽ അന്യഭാഷയിൽ പറഞ്ഞതിനേക്കാൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം 5 വാക്ക് ബുദ്ധി കൊണ്ട് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ നമ്മുടെ വായിന്ന് വരുന്ന പാട്ടുകളും വാക്കുകളും എല്ലാം നമുക്ക് ആത്മീയവർദ്ധന വരുന്നു, മറ്റുള്ളവരെ സഹായിക്കാനും കൂടെ ഉള്ളതായിരിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കാനും കൂടെ ഉള്ളതായിരിക്കണം. നമ്മൾ അങ്ങനെ ആത്മാവിൽ നടക്കുന്നിടത്ത്, ഒന്നിച്ചു കൂടുന്നിടത്താണ് ഒരു ആത്മാവിന്റെ വലിയ അളവിലുള്ള തീ നമ്മുടെ ഇടയിൽ കത്തുകയും ഒരു ശുദ്ധീകരണം നമ്മളിൽ നടക്കുകയും ചെയ്യുന്നത്. ഈ നിലയിൽ നമ്മൾ വളർന്നു വന്ന് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം ഒരു അനുഗ്രഹമായി തീരണം എന്നാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരാതിയില്ലാത്ത, പിറുപിറുപ്പില്ലാത്ത, കുറ്റാരോപണങ്ങളില്ലാത്ത, പരസ്പരം കുറ്റപ്പെടുത്താത്ത ഒരാത്മാവിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിളിയിൽ ലക്ഷ്യം ഇതാണ്. അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മളായിരിക്കുന്നത്. ഒരു ലക്ഷ്യമില്ലാണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനത്തെ ലക്ഷ്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കാം സഹോദരന്മാരെ. അങ്ങനെ കർത്താവിനെ അനുഗമിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, രാത്രിക്കായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അടികളെ നിറയ്ക്കണം കർത്താവേ. ഒരാവശ്യബോധം തരണം, ദാഹം തരണം. അങ്ങ് വിളിച്ചത് ദാഹിക്കുന്നവരെയാണല്ലോ കർത്താവേ. ഈ രാത്രി അവിടുത്തെ മുഖത്തേക്ക് നോക്കി ദാഹത്തോടെ അടികൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ അടികളെ നിറച്ച്, ആത്മാവിനാൽ നടത്തി, ആത്മശക്തിയുടെ വഴികളിൽ നടന്ന് ഫലം കായ്ച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം അടികളെ തന്നെ അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. വ്യക്തികളായി, കുടുംബങ്ങളായി, ഒരു സഭയായി കർത്താവേ അടിയങ്ങളെ പണിയണം, രൂപാന്തരപ്പെടുത്തണം. പാപത്തിന്റെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തെ പ്രകാശത്തിന്റെ ചെറിയ തുരുത്തുകളായി അടികളുടെ വ്യക്തി ജീവിതങ്ങളെയും കുടുംബജീവിതത്തെയും സഭാജീവിതത്തെയും മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ കാണുന്നവര് ആ ജീവന്റെ പ്രകാശം കാണുവാൻ, അങ്ങയിലേക്ക് ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ഒരു വലിയ പ്രവൃത്തി അടികളെ ഹൃദയങ്ങളിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, ആമേൻ.